രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് അട്ടിമറികളും മലക്കം മറിച്ചിലുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലുള്ള ഒരൊന്നാന്തര സിനിമാ കഥ രാജ്യം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കുറച്ചു കാലം മുൻപ് വരെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് ഉരുകി തീരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഹുൽ ഗാന്ധി എൻ്റെ പ്രിയ സഹോദരനാണെന്നൊക്കെ പറഞ്ഞു നടന്ന സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ DMKയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് കലിപ്പിൽ കയറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും താഴെ ഇറക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തവർ ഇപ്പോൾ എങ്ങനെയാണ് മറുകണ്ഠം ചാടിയതെന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. മോദിയെ വീഴ്ത്താൻ ഇറങ്ങി തിരിച്ചവർ ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷിയെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പറഞ്ഞ് കരയുകയാണ്. ഈ നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഇതിലെ ഇരട്ടത്താപ്പുകളും നമുക്കൊന്ന് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, ഫലം വന്നു, പുതിയ സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റിട്ടും ഈ രാഷ്ട്രീയക്കാരുടെ അടി ഇതുവരെ തീർന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പുതിയൊരു ചരിത്രമാണ് അവിടെ കുറിച്ചത്. കാലങ്ങളായി ദ്രാവിഡ കക്ഷികൾ മാറി മാറി ഭരിച്ചിരുന്ന തമിഴ്നാട്ടിൽ ഭരണം പിടിച്ചത് തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയാണ്. വിജയുടെ തമിഴക വെട്രി കഴകം എന്ന പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയും അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നിട്ടും സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റവർ വീട്ടിലിരിക്കുകയും ജയിച്ചവർ ഭരിക്കുകയുമാണ് പതിവ്. എന്നാൽ ഇവിടെ ഭരണം പോയ DMKയും അവരെ പിന്തുണച്ചിരുന്ന കോൺഗ്രസും തമ്മിലുള്ള തല്ല് ഇപ്പോഴാണ് ശരിക്കും മുറുകുന്നത്. തോറ്റിട്ടും ഇവരുടെ ഈ പുകിലുകൾ അവസാനിക്കാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രവും DMKയുടെ കലിപ്പും ഒളിഞ്ഞിരിക്കുന്നത്. DMKയുടെ ഔദ്യോഗിക മുഖപത്രമായ മുരസോലിയിൽ വന്ന ഒരു ലേഖനത്തോടെയാണ് ഈ അടി പരസ്യമായത്. രാഷ്ട്രീയ ലോകം മുഴുവൻ വാ പൊളിച്ചെന്നായിരിക്കാം ആ ലേഖനം വായിച്ചു തീർത്തത്. കാരണം കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും അത്രത്തോളം രൂക്ഷമായാണ് അതിൽ വിമർശിച്ചിരിക്കുന്നത്. സാധാരണയായി സഖ്യകക്ഷികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അടച്ചിട്ട മുറികളിൽ ചർച്ച ചെയ്ത് തീർക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ DMK ഒളിച്ചു കളിക്ക് നിന്നില്ല. രാഹുൽ ഗാന്ധി ഒരു വഞ്ചകനാണെന്നും പിന്നിൽ നിന്ന് കുത്തുന്നവനാണെന്നും രാഷ്ട്രീയമായി യാതൊരു പക്വതയും ഇല്ലാത്ത വെറും ഒരു തമാശക്കാരനാണെന്നും ഒക്കെയാണ് DMK പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കാരണം മാത്രമാണ് രാജ്യത്തെ പ്രതിപക്ഷ ഐക്യം തകർന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇത്രയും കാലം കോൺഗ്രസ് തകർച്ചയുടെ അരികിൽ നിന്നപ്പോൾ അവരെ താങ്ങി നിർത്തിയത് തങ്ങളാണെന്നും എന്നാൽ പുതിയൊരു വഴി കണ്ടപ്പോൾ രാഹുൽ തങ്ങളെ വഞ്ചിച്ചുവെന്നുമാണ് DMKയുടെ പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്. ഇത്ര പെട്ടെന്ന് സ്റ്റാലിനെ ചൊടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭൂരിപക്ഷത്തിന് കുറച്ച് സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. ഈ സമയത്താണ് സഖ്യകക്ഷിയായ DMKയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കോൺഗ്രസ് വിജയുടെ പാർട്ടിയുമായി കൈകോർത്തത്. പുതിയ സർക്കാർ രൂപീകരണത്തിനായി കോൺഗ്രസ് വിജയെ പിന്തുണയ്ക്കുകയോ അദ്ദേഹത്തിന്റെ മുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തു. ഇത്രയും കാലം തങ്ങളുടെ തണലിൽ മാത്രം തമിഴ്നാട്ടിൽ സീറ്റ് പിടിച്ചിരുന്ന കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തങ്ങളെ ഉപേക്ഷിച്ച് വിജയുടെ കൂടെ കൂടിയതാണ് സ്റ്റാലിനെയും കൂട്ടരെയും വല്ലാതെ പ്രകോപിപ്പിച്ചത്. തങ്ങൾ ഇത്രയും കാലം ചോറ് കൊടുത്ത കൈക്ക് തന്നെ കോൺഗ്രസ് കൊത്താൻ നോക്കുന്നു എന്നാണ് DMK വ്യക്തമാക്കുന്നത്. പുതിയൊരു ബദൽ കണ്ടെത്തിയ ഉടൻ രാഹുൽ ഗാന്ധി തങ്ങളെ ചതിച്ചു എന്നാണ് DMKയുടെ വിലാപം. വിജയ് ഘടകം മാത്രമല്ല DMKയെ ചൊടിപ്പിച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കാണിച്ച അമിത ആത്മവിശ്വാസവും തൻപ്രമാണിത്വവും പ്രതിപക്ഷ സഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് DMK കുറ്റപ്പെടുത്തുന്നുണ്ട്. സഖ്യകക്ഷികളായ പ്രാദേശിക പാർട്ടികളെ ഒപ്പം കൂട്ടാതെ തനിച്ച് ഭരണം പിടിക്കാമെന്ന വ്യാമോഹത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് പോയതാണ് പലയിടത്തും സഖ്യത്തിന് ദോഷം ചെയ്തത്. സഖ്യത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് DMKയുടെ വിലയിരുത്തൽ. കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ വേണം. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ പ്രാദേശിക പാർട്ടികളെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുമെന്ന കോൺഗ്രസിന്റെ നയമാണ് ഇപ്പോൾ പരസ്യമായ തല്ലിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ അടി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് മുൻപ് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ആ പുകഴ്ത്തലുകൾ ഓർക്കുമ്പോഴാണ്. രാഹുലിന്റെ പ്രിയ സഹോദരനാണ്, അദ്ദേഹത്തോടുള്ള സ്നേഹം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു സ്റ്റാലിന്റെ പഴയ പ്രസ്താവനകൾ. മറ്റ് രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ ഞാൻ ആരെയും സഹോദരൻ എന്ന് വിളിക്കാറില്ലെന്നും എന്നാൽ രാഹുലിനെ മാത്രമേ അങ്ങനെ വിളിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞിരുന്നു. ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ പേര് ആദ്യം നിർദ്ദേശിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു സ്റ്റാലിൻ. അങ്ങനെയുള്ള സ്റ്റാലിൻ പെട്ടെന്നൊരു ദിവസം രാഹുലിനെ ചതിയൻ എന്ന് വിളിക്കുമ്പോൾ അത് കേട്ട് കോൺഗ്രസ്സുകാർ ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
അധികാരത്തിനും രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടി നേതാക്കൾ എങ്ങനെ മറികണ്ടം ചാടും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു. കേന്ദ്രത്തിൽ മോദിക്കെതിരെ ഒന്നിച്ച് പോരാടുമെന്ന് പ്രഖ്യാപിച്ചവർ സ്വന്തം സംസ്ഥാനത്തെ അധികാര കസേര നഷ്ടപ്പെട്ടപ്പോൾ പരസ്പരം ചെളി വാരിയെറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പക്വതയില്ലാത്തവൻ എന്ന് വിളിക്കുന്ന DMKയും നിലനിൽപ്പിനായി വിജയിയുടെ പുതിയ സർക്കാരിനൊപ്പം ചേർന്ന കോൺഗ്രസും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി, പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഇതേ DMK തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഭരണം പോയപ്പോൾ രാഹുലിന് DMK വക ഒരു പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ പക്വതയില്ലാത്ത വെറും ഒരു തമാശക്കാരൻ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിന്ന് നരേന്ദ്രമോദിയെയും BJPയെയും വീഴ്ത്തും, ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചവരാണ് ഇരുവരും. മോദിയെ വീഴ്ത്താൻ പ്ലാനിട്ടവർ ഇപ്പോൾ സ്വന്തം സഖ്യത്തിൽ തന്നെയുള്ളവരെ എങ്ങനെ വീഴ്ത്താമെന്നാണ് റിസർച്ച് ചെയ്യുന്നത്. മോദിയെ തോൽപ്പിക്കാൻ ഉണ്ടാക്കിയ ഇന്ത്യ സഖ്യം ഇപ്പോൾ അടിയോടടി സഖ്യമായി മാറിയിരിക്കുകയാണ്. സിനിമയിൽ വിജയ് വില്ലന്മാരെ അടിച്ചു പറത്തുന്നത് പോലെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സിംഗിളായി വന്ന് കസേര തൂക്കിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സ്റ്റാലിനും രാഹുലിനും ആ ഷോക്കിൽ നിന്ന് ഇതുവരെയും മോചനം കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ അതിജീവനത്തിന് വിജയ് വേണം. DMKക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനെ തെറി വിളിക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഭിന്നത വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്കെതിരെ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന് രണ്ട് പ്രമുഖ കക്ഷികൾ തമ്മിലാണ് ഇപ്പോൾ പരസ്യമായി പോരാരംഭിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇതിലും വലിയൊരു നാണക്കേട് ഇനി രാഷ്ട്രീയത്തിൽ കിട്ടാനില്ല എന്ന് വേണം പറയാൻ. രാജ്യത്തുടനീളം യാത്രകൾ നടത്തി താനൊരു വലിയ ജനനായകനാണെന്ന് കാണിക്കാൻ നോക്കുമ്പോഴാണ് കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നും വലിയ തമാശക്കാരൻ എന്നും വിളിച്ച് പരസ്യമായി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. BJP കാലങ്ങളായി രാഹുലിനെതിരെ പറയുന്ന അതേ പക്വതയില്ലായ്മ ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ DMKയും ശരിവെച്ചിരിക്കുകയാണ്. മോദിയെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഇപ്പോൾ സ്വന്തം സഖ്യത്തിലുള്ളവനെ എങ്ങനെ വെട്ടിനിർത്താം എന്നാണ് റിസർച്ച് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ വലിയ ലക്ഷ്യങ്ങളോട് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് പ്രാദേശിക താല്പര്യങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം ദൗർബല്യമുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയിയുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ് DMKയെ പ്രകോപിപ്പിച്ചത്. വർഷങ്ങളായുള്ള രാഷ്ട്രീയ സൗഹൃദവും പരസ്പരമുള്ള ബഹുമാനവും മാറ്റി നിർത്തി രാഹുൽ ഗാന്ധിക്കെതിരെ DMK തന്നെ നേരിട്ട് കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നത് കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവരും തമ്മിലുള്ള ഈ അകൽച്ച കുറയുന്നില്ല എന്നത് പ്രതിപക്ഷ നിരയിലെ വിശ്വാസം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളെ ഒപ്പം നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്ന വിമർശനം ശരിവെക്കുന്നതാണ് DMKയുടെ ഈ നിലപാട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഈ സഖ്യ തകർച്ച വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കാനാണ് സാധ്യത. പ്രാദേശിക കക്ഷികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ തിരിച്ചടിയാവുകയാണ്. കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദിയെയും BJPയും സംയുക്തമായി നേരിടാൻ ഒരുമിച്ച് പോരാടിയവർ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാര കസേരകൾക്കും വേണ്ടി പരസ്പരം ചെളിവാരി എറിയുമ്പോൾ തകരുന്നത് ജനങ്ങൾക്ക് മുന്നിൽ നഷ്ടമാകുന്നതും ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. വരും ദിവസങ്ങളിൽ ഈ തർക്കം എങ്ങനെയൊരു രാഷ്ട്രീയ സമവായത്തിലേക്ക് നീങ്ങുമെന്ന്, അല്ലെങ്കിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് വഴിമാറുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.